പശ്ചിമേഷ്യയിലെ സംഘർഷം തുടങ്ങിയിട്ട് ഇന്ന് 2 മാസം പൂർത്തിയാക്കുകയാണ്. 2 മാസം. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുകയാണ്. ഈ അടഞ്ഞു കിടക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആഗോള തലത്തിൽ വൻ ഭക്ഷ്യ ഇന്ധന ക്ഷാമത്തിന് വലിയ കാരണമാകും ഇത്. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ധനം കടക്കാതിരിക്കാൻ നമ്മുടെ അടുക്കളയിലുള്ള അമ്മച്ചിമാർക്ക് ഒരു ടെൻഷനായി. ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു. ഇറാൻ വിമാന കമ്പനികളുമായി സഹകരിക്കുന്നവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US ട്രഷറി വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ നൽകാൻ അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, ശരിക്കും ഈ ഹോർമൂസ് കടലിടുക്ക് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത് നമ്മുടെ ജീവിതം അടയ്ക്കുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാവുന്നു. കൂടുതൽ എന്തെങ്കിലും ആശ്വാസകരമായ കാര്യങ്ങൾ വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്നുണ്ടോ? SKN അതിലേക്ക് വരുന്നതിന് മുന്നേ വൈറ്റ് ഹൗസിൽ നിന്നൊരു വലിയൊരു അതിഥി എത്തിയിട്ടുണ്ട്. ചാൾസ് രാജാവും രാജ്ഞിയുമാണ് 4 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. തന്നെയുമല്ല, ബ്രിട്ടനുമായിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ അത്ര രസകരമല്ലാത്ത ഒരു ബന്ധമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഏറെ പ്രാധാന്യമുണ്ട്. ഇനി SKN പറഞ്ഞ ഇതിലേക്ക് വരാം. ബഹ്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് ലോകരാജ്യങ്ങൾ ഹോർമൂസ് കടലെടുക്ക് അടിയന്തരമായി തുറക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ ഹോർമൂസ് കടലെടുക്ക് അടഞ്ഞു കിടക്കുന്നത്. ആഗോളതലത്തിൽ വൻ ഭക്ഷ്യ ഇന്ധന ക്ഷാമത്തിനുമൊക്കെ അതിന്റെ കാരണമാകുന്നുണ്ടെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗട്ടറസ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഈ ചർച്ചകൾ ഇപ്പോൾ ഒരു സ്തംഭനാവസ്ഥയിലാണ്. ഇതിന്റെ ആഘാതം ലോകമെമ്പാടുമുള്ള സാധാരണക്കാരെ ബാധിച്ചു കഴിഞ്ഞു. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ കടകളിലെ ഷെൽഫുകളിലും അതുപോലെ ഇന്ധന ടാങ്കുകളും ഒക്കെ കാലിയാകുന്നു. ഇത് പട്ടിണിയിലേക്കാണ് നയിക്കുന്നത് എന്നുള്ള ഒരു വലിയൊരു സൂചനയാണ് ഈ കടലെടുക്ക് കിടക്കുന്നതിനോട് ഗട്ടറസ് പ്രതികരിച്ചിരിക്കുന്നത്. SKN അതേസമയം ഈ ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതിന് ഇറാൻ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അമേരിക്ക തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മാർക്കോ റൂബിയോ ആണ് US സ്റ്റേറ്റ് സെക്രട്ടറി ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് കടലെടുക്ക് തുറന്നു തരാം എന്ന് ഇറാൻ പറയുന്നത് അവരുടെ ഉപാധികൾക്ക് വിധേയമായി മാത്രമാണ്. അതായത് ഇറാന്റെയൊക്കെ പെർമിഷൻ വേണം, അവർ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യുമെന്ന രീതിയിലുള്ള അത്തരം കണ്ടീഷൻസ് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഇതൊരു അന്താരാഷ്ട്ര ജലപാതയാണ്. അത് ഇറാൻ തീരുമാനിക്കുന്ന സാഹചര്യം അമേരിക്ക അനുവദിക്കില്ലെന്നാണ് SKN പറയുന്നത്. പക്ഷേ SKN ഈ അബ്ബാസ് അരാക്ചി, ഇറാന്റെ വിദേശകാര്യമന്ത്രി, വീണ്ടും പാകിസ്ഥാനിൽ എത്തിയിരിക്കുകയാണ്. റഷ്യൻ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഓർക്കണം, ഇത് 3-ാം തവണയാണ് കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ അരാക്ചി പാകിസ്ഥാനിൽ വീണ്ടും എത്തുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ചർച്ചകൾ നടക്കാനുള്ള സാധ്യത ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഇറാനെതിരായ അമേരിക്ക പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു എന്നാണ് അരാക്ചി ഇപ്പോൾ പറയുന്നത്. സ്വന്തം ലക്ഷ്യങ്ങളൊക്കെ നേടുന്നതിൽ അമേരിക്ക പറ്റാത്ത അവസ്ഥയിലാണ്, ചർച്ചകൾക്ക് അപേക്ഷിക്കുകയാണെന്നും ഒക്കെ പറയുന്നുണ്ട്. ഒരു വശത്ത് അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായിട്ട് ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു സംസാരിച്ചത്. അതേസമയം SKN ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇറാൻ മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഇതേ സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണം ഒന്നും വന്നിട്ടില്ല. അതേസമയം ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കങ്ങളിൽ അയവ് വരുന്നതായിട്ടുള്ള ഒരു സൂചന വാഷിംഗ്ടണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥയിൽ നടക്കുന്ന ചർച്ചകൾ 2-ാം സ്റ്റേജിലേക്ക് കടന്നില്ലെങ്കിലും 2 രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നതകൾ, അവർ തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നതായിട്ടാണ് നയതന്ത്ര വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലെടുക്ക് ഉപാധികളില്ലാതെ തുറക്കുന്നതിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ചർച്ചകൾ നടക്കുന്നത്. അതായത് ഈ തിരശ്ശീലയ്ക്ക് പിന്നിൽ വലിയ തോതിൽ വളരെ ശക്തമായ നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് ഫലം കാണുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. SKN.